ലൈക്ക് ബട്ടൺ റിയാക്ഷൻസിൻ്റെ CSSൻ്റെ വീഡിയോ ആണ്. സോ CSS എങ്ങനെ നമ്മൾ HTMLലേക്ക് നമുക്ക് കണക്ട് ചെയ്യാമെന്നും ബാക്കിയുള്ള സ്റ്റൈലുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ബട്ടനാണ്. ഈ ബട്ടണിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്യാണ്, എന്താണ് മൈ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് എന്താണ്, ഇതിന് ഒരു സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ CSSൻ്റെ സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ലിങ്ക് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇവിടെ ഞാൻ പറയാം FB സ്റ്റൈൽ എന്ന് പറഞ്ഞു, സ്റ്റൈൽ ഡോട്ട് CSS എന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ FB സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഫയൽ നെയിം നമ്മളുടെ ഈ പ്രൊജക്റ്റ് ഫോൾഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ന്യൂ ഫയൽ കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു, FB സ്റ്റൈൽ ഡോട്ട് CSS എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് എന്താണ് രണ്ട് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒന്ന് HTML ഒന്ന് CSS. ഇനി നമ്മൾ എന്ത് CSS സ്റ്റൈൽ ഇവിടെ എഴുതുന്നുണ്ടോ ആ CSS എവിടെ വരും, ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഓരോ ക്ലാസ്സിലേക്കുള്ള സ്റ്റൈലും എന്ത് ചെയ്യും, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി നമ്മളെന്താണ് അതിൻ്റെ CSS എഴുതാണ്. സോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ CSS നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കോഡ് വിൻഡോക്കും HTMLൻ്റെയും CSSൻ്റെയും വിൻഡോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് CSS എഴുതുകയാണ്. ഈ മൈ റിയാക്ഷൻസിനാണ് നമ്മൾ ആദ്യം CSS എഴുതുന്നത്. സോ മൈ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈക്ക് ബട്ടനാണ് അല്ലേ, ഇതാ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിനെന്താണ് ഈ ഒരു ബട്ടന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റൈൽ എഴുതുകയാണ്. സോ നമുക്ക് എന്താണ് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്ര വേണം, ഒരു 30 പിക്സൽ മതി. സോ നമ്മൾ എന്ത് പറഞ്ഞു, വിഡ്ത്ത് ഈക്വൽ ടു 30 പിക്സൽ എന്ന് പറഞ്ഞു. വിഡ്ത്ത് 30 പിക്സൽ എന്ന് പറഞ്ഞു. സോ വിഡ്ത്ത് 30 പിക്സൽ ആയിട്ടുണ്ട്. ഇനി എന്താണ് GIGHT ഹൈറ്റ് എന്ത് പറഞ്ഞു, 30 പിക്സൽ എന്ന് പറഞ്ഞു. ഹൈറ്റ് 30 പിക്സൽ ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് അതിൻ്റെ ബോർഡർ നമുക്കെന്താണ്, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വൈറ്റ് ആക്കാം. സോ എങ്ങനെയാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ എന്ത് പറഞ്ഞു, വൈറ്റ് എന്ന് പറഞ്ഞു. സോ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റായി. ഇനി അതിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബോർഡർ അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു കറുത്ത ബോർഡർ വരുന്നുണ്ട്. ഈ ബോർഡറിനെ നമുക്ക് എന്തില്ല, ഇവിടെ ആവശ്യമില്ല. സോ ബോർഡറിനെ ഞാൻ എന്ത് പറഞ്ഞു, 0 എന്ന് പറഞ്ഞു. 0 ആയിരിക്കണം ബോർഡർ എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇനി ഇവിടെ നമുക്ക് എന്താണ്, ഇതൊരു ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ലൈക്ക് ബട്ടൺ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത മാതിരിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിസിബിൾ ആകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഡിസേബിൾ ആക്കിയിടണം. ഡിസേബിൾ ആക്കി എവിടെയാണ് ഇടുക, നമ്മളുടെ ഈ ബട്ടൻ്റെ ഈ ടാഗിൻ്റെ ഉള്ളിൽ എന്താണ്, നമുക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ട് ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ട്. ആ ഡിസേബിൾഡ് ഇട്ട് കഴിഞ്ഞാൽ സോ നമുക്ക് എന്തായി, ഇതിനെ ഡിസേബിൾഡ് ആക്കി നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ലൈക്ക് ബട്ടൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ലൈന് വേണം. ആ ലൈന് നമുക്ക് എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു CSS ഓൾറെഡി ഇട്ടിട്ടുണ്ട് അല്ലേ. ഏതാണ് ആ CSS, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മെയിൻ റിയാക്ട് ഡിവ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിന് ഞാൻ എന്ത് ചെയ്തു, നമ്മളിവിടെ കൊടുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു, ബോർഡർ ടോപ്പ് 1 പിക്സൽ. അതിൻ്റെ കളർ എന്ന് പറഞ്ഞു, അതിൻ്റെ സ്റ്റൈൽ സോളിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു, ഗ്രേ കളർ വേണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് പറഞ്ഞു, ബോട്ടവും ഞാൻ എന്ത് പറഞ്ഞു, BOTTOM ബോട്ടവും 1 പിക്സൽ സോളിഡ് കളർ ഗ്രേ വേണമെന്ന് പറഞ്ഞു. മെയിൻ ഡിവിഷൻ. സോ ഇവിടെ എന്താണ്, നമ്മളെന്താണ് ഇതിനെ ക്ലോസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ബോർഡർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ ഇവിടെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് അല്ലേ, അതെന്താണ്, ഓക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ബോർഡർ മിസ്സായി പോയി. സോ ബോർഡർ 0 എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ആ ബോർഡർ പോയി. ഇനി എന്താണ്, ഇതിന് കുറേ ഒരു മാർജിൻ വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് മാർജിൻ ടോപ്പ് ഒരു 20 പിക്സൽ കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം 20 പിക്സൽ മാർജിൻ ടോപ്പാണ്. മാർജിൻ ടോപ്പ് 20 പിക്സൽ കൊടുത്തു. സോ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതിനെ കറക്റ്റായിട്ട് ഈ ഒരു ഡിവിഷന് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അലൈൻ ചെയ്യണം. ഇവിടെ ചെറിയൊരു സ്പേസ് അധികം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം,
ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് എന്ത് മതി, ഒരു 50% മതി എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിഡ്ത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 50% ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ആബ്സല്യൂട്ട് കൊടുക്കാം. ആബ്സൊല്യൂട്ട് കൊടുത്തു. ഈ പൊസിഷൻ എന്തിനാണ് ആബ്സല്യൂട്ട് കൊടുക്കുന്നത്, അതിനെ റിലേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കുന്നത്. ഇനി മൈ റിയാക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ ഒരു പൊസിഷൻ റിലേറ്റീവ് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ആ പൊസിഷൻ റിലേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിലേറ്റീവായിട്ട് എന്ത് ചെയ്യും, ആ പൊസിഷനിൽ നമ്മൾ മാറ്റം വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ഈ ഒരു മെയിൻ ഡിവിഷന് റിലേറ്റീവായിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ നടക്കും. സോ നമ്മളെന്താണ് വീണ്ടും നമ്മളുടെ മെയിൻ ഡിവിലേക്ക് വന്നു. ഇനി എന്താണ് നമുക്കെന്താണ് ഇവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഡിസ്പ്ലേ ഫ്ലെക്സ് എന്തിനാണെന്നുള്ളത് പറഞ്ഞപ്പോൾ കണ്ടോ, ഇപ്പോൾ അത് എന്താണ് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ ഒരു അകലം നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി പറ്റി. ഇനി എന്താണ് അതിൻ്റെ അലൈൻ ഐറ്റം എന്ത് ചെയ്തു, ഞാൻ അലൈൻ ഐറ്റംസ് സെൻറ്ററാക്കി. ഇനി ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഞാൻ എന്ത് ചെയ്തു, സെൻറ്ററാക്കി. സോ ഇത് ഇങ്ങനെ നമുക്കിവിടെ ചെറിയൊരു സ്പേസ് വരാൻ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഈ ഒരു ലൈക്ക് ബട്ടൺ എന്തുണ്ടെന്ന് അറിയോ, കണ്ടോ ഇത്തരത്തിലൊരു സ്പേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ആയതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് നമുക്കിവിടെ അധികമായിട്ട് വിസിബിൾ ആകുന്നത്. സോ നമ്മളെ കോഡിൻ്റെ മിസ്റ്റേക്ക് അല്ല, നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇനി നമ്മളുടെ ബാക്കിയുള്ള റിയാക്ഷൻസ് വരുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഹൈറ്റ് നമുക്ക് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്, ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇവിടെ ഒരു ഹൈറ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞു, ഹൈറ്റ് ആട്രിബ്യൂട്ട് 38 പിക്സൽ കൊടുത്തു. 38 പിക്സൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ എന്താണ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്, ടോപ്പും ബോട്ടവും. ഇനി ടോപ്പിൽ കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 35 പിക്സൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ റിയാക്ഷൻ അറേ ഉണ്ടല്ലോ. ഈ റിയാക്ഷൻ അറേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റൈൽ കൊടുക്കണം, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം, ബോർഡർ റേഡിയസ് കൊടുക്കണം, അതിനൊരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ റിയാക്ഷൻ അറേനെ കോപ്പി ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ക്ലാസ്സിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. സോ നമുക്ക് വേണ്ട എന്താണ്, ഫസ്റ്റ് വേണ്ടത് അതിൻ്റെ ഒരു ബോർഡർ റേഡിയസ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ബോക്സ് ഷാഡോ ആണ് അതിന് വേണ്ടി കേട്ടോ. ആദ്യം ഒരു ബോക്സ് ഷാഡോ കൊടുത്തു നോക്കാം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ബോക്സ് ഷാഡോൻ്റെ ഒരു CSS ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടിട്ടുണ്ട്. ബോക്സ് ഷാഡോ എന്താണ് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കണ്ടോ ഒരു ബോക്സ് ഓൾറെഡി ഇതെന്താണ് ഒരു 100%-ലാണ് ഇതിൻ്റെ വിത്ത് കിടക്കുന്നത്. സോ അതിനൊരു ബോക്സ് ഷാഡോ വന്നപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഷാഡോ കാണാൻ വേണ്ടി പറ്റി, ഒരു ലൈറ്റ് ഗ്രേ കളർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ അത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ 0 പിക്സൽ, 2 പിക്സൽ, 10 പിക്സൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു RGB അതിൻ്റെ ഒപ്പോസിറ്റി. ഈ ഒരു കളർ എന്ന് പറയുന്നത് ആ ഗ്രേ കളറിൻ്റെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ 000 നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ ആ കളർ ഇവിടെ മാറി ഒരു റെഡ് കളർ ആയിട്ടുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 0 തന്നെ ആക്കാം, 0 0 0. ഓക്കെ. സോ ബ്ലാക്ക് കളറിനെ എന്ത് ചെയ്തു, അതിൻ്റെ ഡ്രോപ്പ് ഷാഡോൻ്റെ കളറായിട്ട് കിട്ടി. ഈ 2 എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പോസിറ്റിയാണ് കേട്ടോ. ആ ഒപ്പോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എന്താണ് ഇവിടെ അതിൻ്റെ ബോർഡർ റേഡിയസ് ഞാൻ എന്ത് പറയുകയാണ്, ബോർഡർ റേഡിയസ് ഞാൻ എന്ത് പറഞ്ഞു, ഒരു 50 പിക്സൽ എന്ന് പറഞ്ഞു. ബോർഡർ റേഡിയസ് 50 പിക്സൽ എന്ന് പറഞ്ഞു. സോ നമുക്കെന്താണ് അതിൻ്റെ ബോർഡർ റേഡിയസ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു റൗണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് അതിനൊരു പാഡിങ് കൊടുക്കുകയാണ്. അതായത് ടോപ്പിൽ നമുക്ക് എത്ര പാഡിങ് വേണം, ബോട്ടത്തിൽ എത്ര പാഡിങ് വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ടോപ്പിലെയും ബോട്ടത്തിലും പാഡിങ് ആണ്, ഇത് ലെഫ്റ്റിലെയും റൈറ്റിലെയും പാഡിങ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം, ഞാനൊരു പൊസിഷൻ ആബ്സല്യൂട്ട് കൂടി കൊടുക്കുകയാണ്. നമ്മളുടെ മുന്നുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പൊസിഷൻ ആബ്സല്യൂട്ടും പൊസിഷൻ റിലേറ്റീവ് എന്നുള്ളത്. സോ ആ റിലേറ്റീവ് ക്ലാസ്സിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ ആബ്സല്യൂട്ട് എന്ന് കൊടുത്തു.
അപ്പോൾ ആ ഒരു ആബ്സല്യൂട്ട് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കണ്ടോ ഇവിടെ ഇപ്പോൾ ഇതിനെ കുറച്ചിങ്ങോട്ട് കയറി നിന്നില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആബ്സല്യൂട്ട് കൊടുത്തത്. ഈ ക്ലാസ്സിനെ ആബ്സല്യൂട്ടായിട്ട് സെൻറ്ററായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഫ്ലെക്സും ഇതൊക്കെ കൊടുത്തില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു പൊസിഷൻ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞു. ഇനി മൈ റിയാക്ഷനിൽ ഞാൻ എന്ത് പറയാണ് മാർജിൻ ടോപ്പ് ഒരു 50% കൊടുത്തു, ഒരു 50% പിക്സൽ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാണ് ഇതിൻ്റെ ഇപ്പോൾ 0 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 0 പിക്സലല്ല നമുക്കൊരു 25 പിക്സൽ കൊടുത്തു. അതിന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം കിട്ടാൻ വേണ്ടിയിട്ട്. സോ 25 എന്ന് പറയുന്നത് 30 പിക്സൽ. ഓക്കെ 30 പിക്സൽ എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ നമ്മളുടെ ഫേസ്ബുക്കിലും അത് അങ്ങനെ തന്നെയാണ്, ഈ ലൈനോട് ചേർന്നിട്ടാണ് എന്ത് വരുന്നത് ഈ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അതിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഗൈസ് അപ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്തിനാണ് നമ്മൾ പാഡിങ് വന്ന് എന്തിനാണ് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുത്തതെന്നൊക്കെ നമുക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. പാഡിങ് എന്തിനാണ്, ബോക്സ് ഷേഡോ നമ്മൾ എങ്ങനെ കൊടുത്തു, എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ അനിമേഷൻസിനും നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വേണം. സോ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഞാൻ ഫസ്റ്റ് എന്ത് കൊടുക്കുകയാണ് റിയാക്ഷൻ അറേയുടെ ഒപ്പാസിറ്റി ഞാൻ എന്ത് കൊടുത്തു 0 കൊടുത്തു. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്തു അവിടെ എന്താണ് ട്രാൻസ്പെറൻസി ഏറ്റവും കുറവായിട്ട് 0 ആയിട്ട് കാണിച്ചു. സോ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു അത് നമുക്ക് ഡിസപ്പിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി ഞാനിവിടെ 0.5 എന്ന് കൊടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു ചെറിയൊരു ട്രാൻസ്പെറൻസി നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. 2 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും അതിൻ്റെ ഫുൾ ഒപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അതിനെ വിസിബിൾ ആക്കാൻ വേണ്ടി പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു ഒപ്പോസിറ്റി 0 കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇതിൽ അവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് വിസിബിൾ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഒപ്പോസിറ്റ് 0 കൊടുത്തത്. സോ ഞാൻ എന്ത് ചെയ്തു അതിനെ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിനെ കാണാൻ വേണ്ടി പറ്റണം. ഇനി നമുക്കെന്താണ് ഇതിൻ്റെ അനിമേഷൻ നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഒരു ചെറിയൊരു അനിമേഷൻ്റെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അതിനെ ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ട് ഒരു എന്താണ് ഒരു 50% ഞാൻ എന്ത് ചെയ്യാണ് ബാക്കിലോട്ട് വെക്കുകയാണ്. സോ അതിൻ്റെ ഒപ്പോസിറ്റി കൂടി നള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഒപ്പോസിറ്റിയിൽ നമ്മൾ അനിമേഷൻ കൊടുക്കുമ്പോൾ ഈ പൊസിഷനെയും നമ്മൾ മാറ്റി കൊടുക്കും. സോ അത് നമ്മൾക്ക് എന്താണ് ഒരു അനിമേഷനായിട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒപ്പോസിറ്റിയും ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് -50% നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ കൊടുത്തു വെച്ചു. ഇനി അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ സ്റ്റൈൽ കൊടുക്കണം. സോ ഞാൻ എന്ത് പറഞ്ഞു ട്രാൻസിഷൻ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈൽ കൊടുത്തു. ട്രാൻസിഷൻ ഒപ്പാസിറ്റി 0.3 സെക്കൻഡ് ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. അതിൻ്റെ ഈസ് ഇൻ ഔട്ടാണ്. ഈസ് ഇൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരണം, റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് വരണം അതിൻ്റെ അനിമേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ്ഫോം 0.3 സെക്കൻഡാണ്. ഈസ് ഇൻ ഈസ് ഔട്ടാണെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. വീണ്ടും വരേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇപ്പോൾ അതെന്താണ് ഒപ്പോസിറ്റി നമ്മൾ 0 ആക്കി വെച്ചു കണ്ടോ. അത് നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മളെന്താണ് ആ കോഡ് റണ്ണാകുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു അനിമേഷൻ ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ ഞാനിതിനെ വീണ്ടും ഹൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഡിസിപ്പർ ആയിട്ട് പോകുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ രണ്ട് സ്റ്റൈൽ ഈ രണ്ട് CSSനെയും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കെന്താണ് അത് മാത്രം പോരാ, ട്രാൻസ്ഫോം ട്രാൻസ്ലേറ്റ് -50 10 പിക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടി ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്, ഒരു ആട്രിബ്യൂട്ടും കൂടി അപ്ലൈ ചെയ്യുകയാണ്. കാരണം താഴ്ന്ന് ഇങ്ങനെ മേലേക്ക് പോകുന്നൊരു എഫക്റ്റ് കണ്ടോ. അത് താഴ്ന്ന് ഡിസപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് -50 10 പിക്സൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു CSS അപ്ലൈ ചെയ്തിട്ടുണ്ട്. 10 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടത്തിലേക്ക്, ഇത് ലെഫ്റ്റിലേക്ക്, മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് റൈറ്റിലേക്ക് പോകും. സോ അതും കൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ലാസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താണ് ഇതിൽ നിർബന്ധമായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ് നോ റാപ്പ് എന്ന് കാണിക്കണം. ഇനി എന്താണ് ഞാൻ അതിനൊരു സെയിം ലൈനിൽ തന്നെ ആക്കുകയാണ്. അല്ലെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും എറർ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു അനിമേഷൻസ് നമുക്ക് എന്തായി ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി എന്താണ് നമ്മളതിൻ്റെ വിസിബിലിറ്റി എന്ത് ചെയ്യാണ് ഹിഡൻ ആക്കി കൊടുക്കുകയാണ്. വിസിബിലിറ്റി ഹിഡൻ ആക്കി കൊടുത്ത് വിസിബിലിറ്റി ഹിഡൻ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഓരോ പേജ് ലോഡിലും ആ ഒരു അനിമേഷൻ ഇവിടെ റണ്ണാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് മാറ്റുന്ന സമയത്ത് എന്താണ് നമുക്കത് അത്ര ഫീൽ ചെയ്യുന്നില്ല.
പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് വന്നു പോകുന്നുണ്ട്. സോ അത് ഒരു മില്ലി സെക്കൻഡാണ്. നമ്മൾ കോഡിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വിസിബിലിറ്റി ഹിഡൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെന്താണ്, നമുക്ക് ഇതിൽ ഹവർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള അനിമേഷൻസിൻ്റെ റിവേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇത് വിസിബിൾ ആവണം. ആ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ഷൻ കണ്ടെയ്നർ എന്ന ക്ലാസ്സിൽ ഹവർ ചെയ്യുന്ന സമയത്ത്, ഏതാണ് റിയാക്ഷൻ കണ്ടെയ്നർ എന്ന ക്ലാസ്, ഈ ഒരു മൊത്തം ക്ലാസ്സിൽ ഹവർ ചെയ്യുന്ന സമയത്ത്, ഈ മൊത്തം ഡിവിഷൻ, അതായത് ഈ മൊത്തം എലമെൻറ്റിലും നമ്മൾ ഹവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ള CSS വർക്ക് ആവണം. പിന്നെ അതുപോലെ തന്നെ റിയാക്ഷൻ അറേയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റിയാക്ഷൻ അറേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്ലാസ് കൊടുക്കേണ്ടത്. റിയാക്ഷൻ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഈ ഒരു അറേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സ്റ്റൈലിനെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ റിയാക്ഷൻ അറേക്കും ഇവിടെ എഴുതുന്ന സ്റ്റൈല് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, റിയാക്ഷൻ കണ്ടെയ്നറിൽ നമ്മൾ മൗസ് ഹവർ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ സ്റ്റൈൽ ഇവിടെ വേണമെന്ന് പറയുന്നുണ്ട്. സോ നമ്മളെ ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതിൻ്റെ ഒപ്പാസിറ്റി 1 ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാനിവിടെ വന്ന് ഇതിനെ ഹവർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, നമ്മളെ വിസിബിലിറ്റി എന്താണ്, ഹിഡൻ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. എവിടെയാണ് നമ്മൾ വിസിബിലിറ്റി ഹിഡൻ ആക്കി വെച്ചിട്ടുള്ളത്, വിസിബിലിറ്റി ഹിഡൻ ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ ഹവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിസിബിലിറ്റി എന്തെന്നാക്കി കൊടുക്കുകയാണ്, വിസിബിൾ എന്നാക്കി കൊടുക്കുകയാണ്. വിസിബിലിറ്റി ഹിഡൻ ആക്കല്ല, നമുക്ക് വിസിബിളായിട്ട് കാണണം എന്ന് എന്ന അർത്ഥത്തിൽ വിസിബിലിറ്റി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വിസിബിളാക്കി. സോ ഞാൻ ഇവിടെ ഹവർ ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ്, അതിനൊരു അനിമേഷൻ വേണമല്ലേ. ആ അനിമേഷൻ നമ്മളെന്താണ്, അതിൻ്റെ ട്രാൻസ്ലേറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, 0% 0 ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെന്താണ്, ഇവിടെ -50 എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് വന്നു, 10 എന്ന് പറയുമ്പോൾ താഴേക്ക് വന്നു. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അതിൻ്റെ ട്രാൻസ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹവർ ചെയ്യുന്ന സമയത്ത് മാറ്റി കൊടുത്തു. സോ നമ്മൾ മൗസ് ഹവർ ചെയ്യുമ്പോൾ, സോ കണ്ടില്ലേ, നമുക്കതൊരു അനിമേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമ്മളെന്താണ്, മൗസ് ഔട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള റിവേഴ്സ് അനിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെയും കോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിന് അപ്ലൈ ചെയ്യാം. സോ ഇതെന്താണ്, ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്ത ആളുകൾ കമൻറ്റ് ബോക്സിലോ നമ്മളോട് നേരിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ ഓട്ടീസ് അക്കാഡമിയിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. പക്ഷേ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഞാൻ എന്താണ്, ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് എല്ലാ ആട്രിബ്യൂട്ട്സിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. സോ മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, നമ്മളുടെ റിയാക്ഷൻ അറേയുടെ സ്പാനിൽ, അതായത് റിയാക്ഷൻ അറേയുടെ സ്പാനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അനിമേഷൻ കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. അനിമേഷൻ എന്തിനാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വരുമ്പോഴേ നമ്മൾ ഓരോ റിയാക്ഷൻസിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അതിനൊരു അനിമേഷൻ വരുന്നുണ്ടല്ലേ, കുറച്ച് ചെറുത് ഒന്ന് വലുതിലേക്കും ഒരു ട്രാൻസിഷൻ എഫക്റ്റ് അവിടെ വരുന്നുണ്ട് കണ്ടോ. ഈ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഒരു സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യണം. ആ സ്റ്റൈൽ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്, CSSൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഞാനിവിടെ 2 ട്രാൻസിഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒന്ന് ട്രാൻസിഷൻ്റെ ഫോണ്ട് സൈസ് 0 സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യണം, അത് ട്രാൻസിഷൻ എഫക്റ്റ് ചെയ്യണം. ഈസ് ഇൻ ഔട്ടാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, ഒരു ട്രാൻസിഷൻ നമ്മൾ കൊടുത്തു, ഈസ് ഇൻ ഔട്ടിന് നമ്മളെന്താണ് 2 സെക്കൻഡ് ട്രാൻസിഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കെന്താണ്, ഇവിടെ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു അനിമേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല അല്ലേ. പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, പക്ഷേ ബിഹൈൻഡ് ദ സീനിൽ അത് നടക്കുന്നുണ്ട്, നമുക്ക് കാണുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, ഇതിൽ ഹവർ ചെയ്യുന്ന സമയത്ത് ഈ റിയാക്ഷൻ അറേൻ്റെ സ്പാനിൽ, ഈ റിയാക്ഷൻ അറേയുടെ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ അറേൻ്റെ ക്ലാസിൻ്റെ
ഉള്ളിലുള്ള സ്പാനിൽ ഹവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു, അതിൻ്റെ ട്രാൻസ്ഫോമിൻ്റെ സ്കെയിൽ 1.2 ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ നമുക്കിവിടെ വരുമ്പോൾ ആ ഒരു എഫക്റ്റ് വർക്കാകുന്നില്ല. ആ എഫക്റ്റ് വർക്കാകുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, നമ്മളൊരു കീവേഡ്, ഒരു ആട്രിബ്യൂട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻലൈൻ ബ്ലോക്കാക്കി കൊടുക്കണം. അത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം, ഇൻലൈൻ ബ്ലോക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കണം. എന്നിട്ട് ഈ എഫക്റ്റ് വരുമ്പോൾ ഈ എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റൈല് ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ നമ്മളെന്താണ്, ഇനി ഇവിടെ മൗസ് ഹവർ ചെയ്തു, ഇപ്പോൾ ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ മൗസ് പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അതിനൊരു ഹവർ എഫക്റ്റ് ഈസ് ഇന്നും ഈസ് ഔട്ടും കണ്ടോ. ഇതിൽ പോയിന്റ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്, കുറച്ച് എൻലാർജായി, എന്നിട്ട് ഇത് മൗസ് ഔട്ടാകുന്ന സമയത്ത് അത് ചെറുതാകുകയും മറ്റേ മൗസ് ഹവർ ചെയ്തത് വലുതാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ക്ലാസ്സിന് ഈ ഒരു CSSൻ്റെ ആട്രിബ്യൂട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മളെന്താണ്, നമ്മളുടെ CSS നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ HTML കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റിയാക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്തത് ആ ഒരു റിയാക്ഷൻ ആയിരിക്കണം എന്ത് എവിടെ വരേണ്ടത്, നമ്മളുടെ ഈ ഒരു മെയിൻ റിയാക്ട് ഡിവ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിൽ വരേണ്ടത്. ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് DOM യൂസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. സോ അതിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ് നമ്മളെ അടുത്ത ട്യൂട്ടോറിയലുള്ള ജാവാസ്ക്രിപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ടാസ്കിൻ്റെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. സോ ഗൈസ് എല്ലാവരും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം അതും എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് A to Z എല്ലാ കാര്യങ്ങളും ഒന്ന് റിസർച്ച് ചെയ്ത് പഠിക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല, സമയം വളരെ കുറവാണ്. ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.